നമസ്കാരം. യുഗപ്രഭാവൻ ഭാരതകേസരി സ്വർഗീയ മന്നത്ത് പത്മനാഭൻ അവരുടെ 147-ാം ജന്മദിനം ഇന്ന്. ഒരിക്കലൊരു വ്യക്തി മന്നത്താചാര്യനോട് ചോദിച്ചു, താങ്കളൊരു മനുഷ്യസ്നേഹിയാണെങ്കിൽ എന്തുകൊണ്ടാണ് താങ്കൾ ഒരു സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത്? സംശയം ലവലേശമില്ലാതെ ആചാര്യൻ മറുപടി പറഞ്ഞു, സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ട് സങ്കടം തോന്നുന്ന ഒരുവൻ ആദ്യം രക്ഷിക്കേണ്ടത് സ്വന്തം പെറ്റമ്മയാണ്. ലളിതമായ എന്നാൽ അർത്ഥങ്ങൾക്കുള്ളിൽ അർത്ഥമുള്ള ആ മറുപടിക്ക് മുന്നിൽ ചോദ്യകർത്താവ് സ്തബ്ധനായിപ്പോയി. സ്വന്തം സമുദായത്തിന്റെ മൂല്യച്യുതികൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ടാവണം സമസ്ത ജനങ്ങൾക്കിടയിലേക്കും ഇറങ്ങേണ്ടതെന്ന അദ്ദേഹത്തിന്റെ ആ വലിയ ചിന്താഗതി ഒന്നുകൊണ്ടാണ് നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി ആദ്യമായി പണിതുയർത്തിയ സ്ഥാപനം ഒരു ഓഫീസോ ക്ഷേത്രമോ വ്യവസായ സ്ഥാപനമോ ഒന്നുമാകാതെ കറുകച്ചാലിലൊരു വിദ്യാലയമാകാൻ കാരണം. അവർണർ എന്ന മുദ്രകുത്തിയവരെ കാണുമ്പോൾ ഓക്കാനിച്ച് മാറി നടക്കുന്ന സവർണ ജമ്മികളുടെ കാലത്ത് അവർണർക്ക് വേണ്ടി സംസാരിക്കുവാൻ, അവർക്ക് വേണ്ടി പോരാടുവാൻ സവർണരുടെ കൂട്ടത്തിൽ നിന്ന് ഒരേ ഒരാൾ മാത്രം മുന്നോട്ട് വന്നു. അഴകപ്പുലയൻ എന്ന കീഴ്ജാതിക്കാരനെ സ്വന്തം വീട്ടിൽ അതിഥിയായി ക്ഷണിച്ച് സ്വീകരിച്ച് തന്റെ പാത്രത്തിൽ അത്താഴം വിളമ്പി നൽകി. ഒന്നിച്ചിരുന്ന് അത്താഴം കഴിച്ച് അഴകപ്പുലയൻ കഴിച്ച പാത്രം അമ്മ പാർവതിയമ്മയെ കൊണ്ട് കഴുകിപ്പിച്ച് ഇത്തരത്തിൽ അയിത്തത്തിനെതിരെ പോരാടാൻ കേരള ജനതയെ പഠിപ്പിച്ച വേറെ ആരുണ്ട്? വൈക്കം സത്യാഗ്രഹത്തെ കേരളക്കരയുടെ സമരമാക്കി മാറ്റിയതും ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ കെ കേളപ്പന് പിന്നിലെ ചാലകശക്തിയായി പ്രവർത്തിച്ചതും ക്ഷേത്രപ്രവേശന വിളംബരം വെറും വിളംബരം മാത്രമായി നിന്ന സാഹചര്യത്തിൽ കുമാരനല്ലൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് തേവൻ എന്ന പുലയ സഹോദരന്റെ കൈ പിടിച്ചുകൊണ്ട് കയറി ദർശനം നടത്തിയതും ആ ജീവിതത്തിലെ എടുത്തു പറയേണ്ട ഏടുകളാണ്. തനിക്ക് ലഭിച്ച ഭാരതകേസരി പത്മഭൂഷൺ ബഹുമതികൾ ഒരിക്കൽ പോലും പേരിനോടൊപ്പം ചേർക്കുവാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിട്ടില്ല എന്നതും ആ ലളിതമായ ജീവിതത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ സ്മാരക നിർമ്മാണത്തിനായി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർക്കാര്യവാഹ് പൂജനീയ ഏകനാഥ റാണറെ ഭാരതമൊട്ടാകെ സഞ്ചരിച്ച് കേരളത്തിലെത്തിയപ്പോൾ യാതൊരു സഹായം നൽകാതെ അന്നത്തെ EMS സർക്കാർ തിരസ്കരിച്ചയച്ചപ്പോൾ ഏകനാഥജി സഹായം തേടിയെത്തിയത് മന്നത്താചാര്യന്റെ മുന്നിലായിരുന്നു. ഭാരതം മുഴുവൻ കൈകോർക്കുന്ന ആ വലിയ സംരംഭത്തിന് കേരളത്തിൽ പ്രചരണവും സർവ്വസഹായവും ചെയ്തത് ആചാര്യന്റെ നേതൃത്വത്തിലായിരുന്നു. ഹൈന്ദവ ഏകീകരണം എന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആശയങ്ങളിൽ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം രാഷ്ട്രീയ സ്വയംസേവക സംഘം പോലുള്ള സംഘടനകളുമായി അദ്ദേഹം നിരന്തരമായി ബന്ധം പുലർത്തിയിരുന്നത്. RSS ദ്വിതീയ സർസംഘചാലകായിരുന്ന ഗുരുജി ഗോൾവൽക്കർ കേരളത്തിലെത്തുന്ന സമയങ്ങളിലെല്ലാം സന്ദർശിക്കുന്നവരിൽ ഒരാളായിരുന്നു മന്നത്താചാര്യൻ. വിമോചന സമരവും കേരള കോൺഗ്രസ് രൂപീകരണവും കറുകച്ചാലിലെ വിദ്യാലയ നിർമ്മാണവും തുടങ്ങി ആ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും വിവരിക്കുവാൻ വാക്കുകൾ ലഭിക്കാതെ വന്നേക്കാം. ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങി വെച്ചത് എന്താണോ അത് പൂർണ്ണതയിൽ എത്തിക്കുവാനായി കേരള മണ്ണിൽ നടന്ന പോരാട്ടങ്ങളിലെല്ലാം നെടുനായകത്വം വഹിച്ചത് മന്നത്താചാര്യനാണ് എന്നത് ചരിത്രം രേഖപ്പെടുത്തുന്നു. വിശ്വഹിന്ദു പരിഷത്ത് എന്ന ആഗോള ഹൈന്ദവ സംഘടനയുടെ കേരള ഘടകത്തിന്റെ ആരംഭം ഗുരുവായൂർ ക്ഷേത്രനടയിൽ വച്ച് നിലവിളക്ക് തെളിച്ച് ഉദ്ഘാടനം നടത്തി താനൊരു ജാതിക്ക് വേണ്ടി മാത്രമല്ല ഹൈന്ദവ സമാജത്തിനായി അക്ഷീണം പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. TK മാധവനുമായി ചേർന്ന് ഹിന്ദു മണ്ഡലം സ്ഥാപിക്കാൻ മുൻകൈയെടുത്തതും ആചാര്യനായിരുന്നു. സ്വജീവിതത്തെ പരാർത്ഥമായി സമർപ്പിച്ച് ജീവിതം സർവ്വതാ സാർത്ഥകമാക്കിയ യുഗപുരുഷനാണ് മന്നത്ത് പത്മനാഭൻ. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന അടങ്ങാത്ത ഉത്സാഹമാണ് മന്നത്തിന്റെ പ്രവർത്തനങ്ങളുടെ മാന്ത്രിക ശക്തി. അദ്ദേഹത്തിന്റെ പ്രവർത്തനം നായർ സമുദായ പരിധിയിൽ ഒതുങ്ങി നിൽക്കാതെ സമുദായ ഐക്യത്തിന് വേണ്ടിയും രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയും വിപുലമാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. സമുദായ ഉന്നതിക്കായി ചെയ്യുന്ന പ്രയത്നങ്ങൾ ഇതര സമുദായങ്ങൾക്കും ഗുണകരമാകണമെന്ന് കരുതി പ്രയത്നിച്ച മനുഷ്യവർഗത്തെ മുഴുവൻ സ്വന്തമായി കരുതി അവരുടെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായി കണ്ട് അവർക്ക് വേണ്ടി സമരം നയിച്ച മഹാനായ മന്നത്ത് പത്മനാഭന്റെ സ്വപ്നം ഭാരതത്തിന്റെ അഭിമാനമായി മാറുന്ന കേരളത്തിന്റെ പുനഃസൃഷ്ടിയായിരുന്നു. കരയുന്നവന് ജീവിക്കാനുള്ള ലോകമല്ല ഇത്. പൗരുഷത്തോടുകൂടി കാര്യം പറയുന്ന ധൈര്യശാലികൾക്ക് മാത്രമേ ജീവിക്കാൻ മാർഗമുള്ളൂ എന്ന് ആചാര്യൻ നമ്മെ പഠിപ്പിച്ചു. ആ മഹാമനീഷിയുടെ ജീവിതം, ത്യാഗം, മനുഷ്യസ്നേഹം, സംഘാടക മികവ് ഇതെല്ലാം പാഠപുസ്തകങ്ങളിലൂടെ വരും തലമുറയ്ക്ക് പകർന്നു നൽകണം. മന്നം ജയന്തി ആശംസകൾ നേടുന്നതിനോടൊപ്പം യഥാർത്ഥ നവോത്ഥാന നായകനായ മന്നത്തിന് ഭാരതരത്നം ബഹുമതി നൽകി ആദരിക്കണമെന്ന് ബഹുമാന്യായ മോദിജിയോടും കേന്ദ്ര സർക്കാരിനോടും അഭ്യർത്ഥിക്കുന്നു. ഇനിയൊരു അയിത്തക്കാലം ഉണ്ടായാൽ അഴകപ്പുലയനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, തേവന്റെ കൈപിടിച്ച് ക്ഷേത്ര ദർശനം നടത്തുവാൻ അന്നും ഒന്നിനു പകരം 100 മന്നത്ത് പത്മനാഭന്മാർ ഉണ്ടാകണം. ആചാര്യപാദത്തിങ്കൽ പ്രണാമം. ആചാര്യന് പ്രണാമം.